ചേച്ചി പത്രം. എന്തിടാ? അയ്യോ ചേച്ചിയല്ല ചേട്ടനാ. ഒന്നുമില്ല. അപ്പോ ദൈവമേ, ഇനി ഇവള് എണീറ്റില്ലേ? ഇന്നിനി ഇവള് ജോലിക്ക് പോകുന്നില്ലാവോ? എടി മണി 6 കഴിഞ്ഞു. എടി ദേ ഇന്ന് നിന്റെ കുളി തെറ്റും. എടി വെള്ളം ചൂടാക്കി വെച്ചിട്ട് അത് ആറിപ്പോയാ നിന്റെ കുളി മുടങ്ങുന്നു. ചെല്ല് 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 ചെല്ല്. പേടിച്ചു. ചായ ഒറ്റ അടി എന്നാണ്ടല്ലോ. തിളപ്പിച്ച് വെച്ചെന്നെ പോയി എടുത്ത് കുടിക്കേ. പോ 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 പോ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഗുഡ് ഗേൾ. വാടമുത്തേ. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ല പൈങ്കിളി എന്റെ ശ്രീകുട്ടി കുട്ടിക്ക് എണ്ണ തേപ്പിക്കുമ്പം പാടടി. അയ്യയ്യോ, എടി തല മുഴുവൻ പേൻ കൊണ്ട് പുഴുത്തിരിക്കുകയാണല്ലോ. സാരില്ല, നാളെ ക്ലാസ്സിലല്ലോ. എനിക്ക് പേൻ നോക്കാൻ വേണ്ടി ഇരുന്ന് തന്നില്ലെങ്കിൽ അപ്പൊ അമ്മയുടെ തലയിലെ പേനോ? അമ്മയുടെ തലയിലെ പേൻ കളയാനായിട്ടേ ഞാൻ നല്ലൊരു വൈദ്യം കണ്ടുവച്ചിട്ടുണ്ട്. നാരങ്ങയുടെ നീരും തുളസിയിലയുടെ നീരും സമം സമം ചേർത്ത് നിന്റെ അമ്മയുടെ തലയിൽ ഒരു തളം വെച്ച നിന്റെ അമ്മയുടെ തലയിലെ പേനും പോയി കിട്ടും, അമ്മയ്ക്ക് ഇത്തിരി ബുദ്ധിയും കിട്ടും. അതെ, പരീക്ഷണമൊക്കെ അച്ഛനും മോളും കൂടെ നടത്തിയാ മതി. എന്റെ അമ്മ ഇവയും കുളിക്കാൻ പാ. ഒഴിക്കട്ടെ. 1 2 3 4. മതി മതി മതി, 4 പ്ലേറ്റ് മതി. ശ്രീയേട്ടാ, ഈ സാരി കഴുകണത് ശരിയാവണില്ല കേട്ടോ. നീ ബാങ്കിലേക്കല്ലേ പോണത്, അല്ലാതെ ഞാറ് നടാനൊന്നുമല്ലല്ലോ. ഇന്നലെ നിന്റെ ഒരു സാരി കഴുകിയപ്പോഴേ ചെളി ഇങ്ങനെ കുറാന്നാ ഇളകുന്നത്. അതെ, സോപ്പ് പൊടിക്കൊക്കെ ഇപ്പൊ നല്ല ചെലവാ. ഉദ്യോഗസ്ഥയായ ഭാര്യ നന്നായിട്ട് പോണമെങ്കിൽ മതി. അയ്യടാ, വലിയൊരു ഉദ്യോഗസ്ഥ. ബാക്കിയുള്ളവനോട് നേരം പരപരാ വെളുക്കുമ്പോ അടുക്കളയിൽ കയറുന്നതാ. അതിനൊന്നും ഇവിടെ ആർക്കൊരു പരാതി ഇല്ലല്ലേ? മതി 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 മതി, കൂടുതലൊന്നും പറയണ്ട. ഒന്ന് വേഗം റെഡിയാ. വരുന്നു മോളെ. മോളൂ, ചോറ് മുഴുവൻ കഴിക്കണം, ഒട്ടും വേസ്റ്റ് ചെയ്യരുത്. ഇന്ന് മോൾക്ക് ഇഷ്ടപ്പെട്ട നല്ല കാന്താരി മുളക് ചമ്മന്തി വെച്ചിരിക്കുന്നത്. കാന്താരി മുളകോ? അച്ഛനെന്താ അത് അമ്മയ്ക്കല്ലേ ഇഷ്ടം? അയ്യോ, മറന്നു, മാറിപ്പോയി. മോൾക്ക് നല്ല ബീട്രൂട്ട് കിച്ചടി ഇപ്പൊ കൊണ്ടുവരാം. മോളെ, അമ്മ ഓഫീസിലേക്ക് പോവാട്ടോ. വൈകുന്നേരം കാണാം. ശ്രീയേട്ടാ, ഞാൻ ഇറങ്ങുന്നു. വരുന്നു 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 വരുന്നു. മോളുടെ ബീട്രൂട്ട് റെഡി. ഐശ്വര്യമായിട്ടൊരു പൊട്ടൊക്കെ തൊട്ടിട്ട് ഇറങ്ങടി. എടി, താലി എന്തിനങ്ങനെ മറച്ചിടുന്നത്? 4 പേര് കാണട്ടെ. ലേറ്റ് ആയോടി? ഇല്ല. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ബാഗ് എടുത്തോ. എടിയാ, മുടി ഇത്തിരി ഇങ്ങോട്ട് ശരിയായിക്കോട്ടെ. ബാഗ് നേരെ ഇട്. ശ്രീകുമാറിന്റെ അടുക്കള പണിയൊക്കെ ഒതുങ്ങി കാണുമല്ലേ? എവിടെ എന്റെ ട്രീസേ, ഇനി കിടക്കല്ലേ പണി. അരി ഉഴുന്നും വെള്ളത്തിലിട്ടേച്ചങ്ങോട്ട് പോകുന്നത്. ചെന്നിട്ട് വേണം ഇനി അത് ആട്ടാൻ. 2 ദിവസം തുണി അലക്കാനുള്ളത് വേറെ കിടക്കണു. ഇതൊക്കെ കഴിഞ്ഞിട്ട് 12:30 ആകുമ്പോഴത്തേക്കും സുജയ്ക്ക് ചോറുമായിട്ട് ബാങ്കിലെത്തണ്ടേ? അല്ല, സുജയ്ക്ക് ചോറും കൊണ്ടുപോയാലെന്താ? നല്ല കഥയായി. ഇത് തന്നെ വെളുപ്പിന് 5:30 മണിക്ക് എണീറ്റിട്ടാ ഞാൻ ഇത്രയെങ്കിലും ഒപ്പിക്കണത്. കാലാവണ്ടേ പ്രിയേ. ജീപ്പ് വന്നു, വാ. പിടിച്ചിരുന്നോളേ. നേരെ പോയി പോട്ടെ. ശ്രീകുമാറിന്റെ ഒരു കാര്യം. എന്താ ശ്രീകുമാർ ഇത്ര ധൃതി? ഏയ്, ആ മീൻകാരൻ വരാറായേ. മണക്കാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ സുജയ്ക്ക് പറ്റിറങ്ങില്ല. ശ്രീകുമാറിനെ സമ്മതിക്കണം. നിങ്ങളും ഈ പണിയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? അതിന് ഞങ്ങള് വീട്ടമ്മമാരായി പോയില്ലേ? അതിന് ഞാനൊരു വീട്ടച്ഛനായി പോയില്ലേ? അയ്യേ, ഇത് മൊത്തം ചീഞ്ഞ മീനാണെന്ന് തോന്നുന്നു.
ഒന്ന് നോക്കിയെടുക്ക എന്റെ മനുഷ്യ. ഇത് കൊള്ളാം, കാണാൻ കൊള്ളാം. എന്റെ കുറുപ്പേട്ട മീൻ നോക്കി മേടിക്കാൻ പോലും അറിയില്ല. ചേച്ചി ഇത് പിടിച്ചേ. ഇങ്ങോട്ടാണ് ആദ്യം എന്താ ചെകിള പൊളിച്ചിങ്ങനെ നോക്കണം. എന്നെയല്ല ഇങ്ങോട്ട് നോക്ക്. അതൊക്കെ നോക്കി പഠിക്ക എന്റെ മനുഷ്യ. നോക്കി എന്നിട്ടെന്താ മീൻകാരനോട് ചോദിക്കണം, ചേട്ടാ ഈ മീൻ നല്ലതാണോ എന്ന് ചോദിക്കണം. അപ്പൊ പുള്ളി പറയും നല്ലതാണെന്ന് പറയും. അപ്പൊ പിന്നെ കണ്ണും പൂട്ടി സാധനം മേടിച്ചോണ്ട് വീട്ടിലേക്ക് പോകണം. എന്നാ പിന്നെ ആദ്യം അയാളോട് അങ്ങ് ചോദിച്ചാ പോലെ. ഞാൻ എന്താ പറഞ്ഞത് മനസ്സിലായിട്ടില്ല കുറുപ്പേട്ടന്. ഇനി ഒന്ന് ചേച്ചി, നമ്മൾ ഈ ചെകിളയൊക്കെ പൊളിച്ച് മീൻകാരനോട് ചോദിക്കുമ്പോ അയാൾ വിചാരിക്കും നമുക്കെന്തോ വലിയ തേങ്ങ അറിയാന്ന്. അപ്പൊ അയാള് സത്യവും പറയും, നല്ല മീനും കിട്ടും. അയ്യോ, അത് ശരിയാ. പക്ഷെ എന്റെ നായർക്ക് തീരെ ബുദ്ധി കുറവാ ശ്രീകുമാറെ. നിന്റെ അമ്മയുടെ നായർക്കാ ബുദ്ധി കുറവ്. ആ ചേച്ചി, ഇതാ ഇതിന്ന് ഒരു 2 എണ്ണ എടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വരിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും നല്ല മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ഒരു 3-4 മാങ്ങാത്തോളും കൂടി ഇട്ട് അരച്ചൊരു വെപ്പ് വെച്ചാണ്ടല്ലോ. ദേ കുറുപ്പേട്ട നിലത്ത് നിൽക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ മനുഷ്യൻ നിലത്തല്ല നിക്കുന്നത്. അത് സാധനം അടിച്ചിട്ടല്ലേ. അപ്പൊ മൊയ്തീനെ അയില 4 സ്ഥിരം പറ്റ്. ആയിക്കോട്ടെ. പോട്ടെ കുറുപ്പേട്ട. പറയുന്ന കേട്ടിട്ട് കൊതിയായിട്ട് വയ്യ. എന്ത് ദേ അങ്ങോട്ടൊന്ന് നോക്കിയേ. പെണ്ണുങ്ങള് ചെയ്യേണ്ട വീട്ടു ജോലിയൊക്കെ ചെയ്ത് ചെയ്ത് അവന്റെ നടത്ത പോലും പെണ്ണുങ്ങളെ പോലെ ആയിപ്പോയി. നോക്കണേ, നോക്ക്, പെണ്ണുങ്ങളെ പോലെ അല്ലേ. അസൂയ, മൂത്ത അസൂയ. ആ വിരിഞ്ഞുള്ള നടപ്പൊന്ന് നോക്കി. ആരും ഒന്ന് നോക്കി പോവും. വീട്ടിൽ പോടി, ഞാൻ മീൻ മാറ്റോണ്ട് വന്നോളാം. അയ്യോ പണ്ടാറടങ്ങാൻ, ഇത് ചീഞ്ഞാന്ന് തോന്നുന്നു. ഈ മീൻ മേടിക്കുമ്പോ നല്ലതാണോ ചീഞ്ഞതാണോ എന്നറിയാൻ എന്താ ഒരു മാർഗം? അയ്യോ, ഇവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ഞാൻ മുമ്പിൽ കിടന്ന് വിളിക്കായിരുന്നു, ആര് കേൾക്കാൻ. അതെ, സുജയില്ലാത്തപ്പോ നിന്റെ ഇങ്ങോട്ടുള്ള വരവ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. സുജ ഉള്ളപ്പോ വരുന്നതേ എനിക്കും ഇഷ്ടല്ല. ശരി, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? പറയട്ടെ. കൊഞ്ചിയാ, നീ കാര്യം എന്താന്ന് വെച്ചാ പറയടി. അതെ, ഈ ബ്ലൗസിന്റെ കക്ഷ ഒന്ന് അടിച്ചു തരാമോ? ഒന്ന് തയ്ച്ച ചേട്ടാ. അതെ, ഞാൻ ഈ ഓസിനുള്ള തുന്നൽ പണി നിർത്തി. അല്ലാതെ തന്നെ ഇവിടെ പിടിപ്പത് പണിയാ. നീ കക്ഷം തയ്ക്കാൻ വേറെ ആളെ നോക്ക്. ചേട്ടാ പ്ലീസ്, ഈ ഒരു പ്രാവശ്യം കൂടി. ശരി, കൊണ്ടുവാ. ആ ഇതിലല്ല, അപ്പുറത്തെ കൂടെ വാ. പോ പോ പോ, ഇവളെന്റെ കുളി തെറ്റിക്കും. പൊന്നോ, ഇതിലും ഭേദാ മീനായിരുന്നു. നിനക്ക് വല്ലപ്പോഴും അലക്കി കൂട്ടിയത്. ഓ പിന്നെ അലക്കാനിട്ട് ഇങ്ങനെ. അപ്പൊ അലക്കിയിരുന്നെങ്കിലോ? ഇപ്പോഴത്തെ തുണിക്കൊന്നും അലയിൽ ഒരു ഈടും ഇല്ല ഏട്ടാ. ഒന്ന് വെയിലത്തിട്ടാ മതി. നിന്റെ കെട്ടിയോൻ ചന്ദ്രൻ വിളിക്കാറില്ലേ ദുബായിന്ന്? ഓ ഉവ്വ്. അത് പറയുമ്പോ നിനക്ക് എന്താടി ഒരു ഉത്സാഹക്കുറവ്? അതെ, ഔട്ട് ഗോയിങ് മാത്രമേ ഉള്ളൂ ചേട്ടാ, ഫോണിലൂടെ. ഓ ഓക്കെ, ഇനി മേലാൽ ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. പോ. അതെ, എന്റെ ഒരു സാരിയുടെ മാച്ചിങ് ബ്ലൗസിന്റെ തുന്നൽ വിട്ടുപോയി. ദേ ഈ ഭാഗത്തായിട്ട് കൊണ്ടുവരട്ടെ. മുറിച്ച് കാട്ടിക്കളയും ഞാൻ. കൊണ്ടുപോടി വിടുന്നു. ആ അമ്മ പറഞ്ഞു. നിന്റെ അമ്മയുടെ നായര് പൊടി വിടുന്നു. അയ്യോ അതല്ല, പിന്നെന്താ? ഇത്തവണത്തെ കുറി അമ്മ വിളിക്കൂന്ന് പറഞ്ഞു. ഓ, കുടുംബശ്രീയുടെ കുറിയല്ലേ. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഞാനില്ല. പക്ഷെ കിട്ടുകയാണെങ്കിൽ ശാരദയുടെ അത് എടുത്തോളാം പറ.